ഇത്തരം വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്നലെ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യൻ അതിർത്തികളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത്. ഡ്രോൺ ഷെൽ ആക്രമണങ്ങളെ ഇന്ത്യൻ സേനകൾ കൃത്യമായി തന്നെ അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു. അതിനിടയിൽ തന്നെയായിരുന്നു ഇന്നലെ പാകിസ്ഥാനിൽ BLAയുടെ ആക്രമണം. ബലൂച്ച് ലിബറേഷൻ ആർമി പല പ്രദേശങ്ങളും പിടിച്ചെടുത്തുവെന്നും പാകിസ്ഥാൻ സൈനികരെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ സമയത്തും കഴിഞ്ഞ ദിവസവും ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെയും ഉണ്ടായത്. ഒരു വശത്ത് ഇന്ത്യയുടെ പ്രതിരോധം, ശക്തമായ പ്രതിരോധം, ഒരു ഇന്ത്യയുടെ കടന്നു കയറിയുള്ള ആക്രമണമല്ല, പക്ഷേ ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തെ ചെറുക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. മറുവശത്ത് BLAയുടെ ഒരു ആക്രമണം പാകിസ്ഥാന് സ്വന്തം രാജ്യത്ത് തന്നെ നേരിടേണ്ടി വരുന്ന സാഹചര്യം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരുന്നു പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുപമ, ഈ BLAയുടെ ഒരു നീക്കങ്ങൾ ഇന്നലെ അവസാന മണിക്കൂറുകൾ നമ്മൾ പുലർച്ചെ റിപ്പോർട്ട് ചെയ്തപ്പോഴും ഒരു വശത്ത് പാകിസ്ഥാനിൽ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധി ഈ BLAയുടെ ആക്രമണമായിരുന്നു. ചില സൈനികരെയൊക്കെ കസ്റ്റഡിയിലെടുത്തുന്ന റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് എത്രത്തോളം സമയമായിരുന്നു ഇത്തരം സംഘർഷങ്ങൾ നീണ്ടത്? ഈ BLAയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നീട് പുതുതായി എന്തെങ്കിലും അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിരുന്നു? രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഇടയിലാണ് ഒരു ഇരട്ട പ്രഹരം എന്ന നിലയിൽ BLAയുടെ ഭാഗത്തു നിന്നുള്ള വിഘടനവാദ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ BLA എന്ന് പറയുന്നത്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്, ബലൂച്ച് മേഖലയുടെ സ്വാതന്ത്ര്യത്തിനായി പാകിസ്ഥാനിൽ നിന്ന് വേർപെടണമെന്ന ആവശ്യവും ഉയർത്തി എന്ന ഒരു വിഘടന വിഭാഗമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇവരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളും മറ്റും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ശക്തമായിട്ട് BLAയുടെ ഭാഗത്തു നിന്ന് ആർമിക്ക് നേരെ ഉള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ നീക്കങ്ങളെല്ലാം ചെറുത്തു വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു പാക് ആർമിയുടെ വാദങ്ങളെങ്കിലും ഇത് പൊളിക്കുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇത്. പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളടക്കം പിടിച്ചെടുത്തുകൊണ്ട് സൈന്യത്തിനെതിരെ BLA വിജയം നേടുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ സൈനികരെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യക്കെതിരെ നിരന്തരമായി യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നിന്ന് BLAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ വിഘടനവാദ നീക്കം പാകിസ്ഥാന് തീർച്ചയായിട്ടും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അതിന്. അനുപമ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും വാർത്താ സമ്മേളനം നടത്തും രാവിലെ 10 മണിക്ക് എന്നൊരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതെ, നമ്മൾ 8 മണിക്കൂറുകളിൽ കാത്തിരിക്കേണ്ടതുണ്ട്. പ്രസ് ബ്രീഫിങ്ങുകളാണ് ഇപ്പോൾ അരുണി പറയുന്നത്. അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയന്തര പ്രസ് ബ്രീഫിങ്ങും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രസ് ബ്രീഫിംഗും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന അതിർത്തി നിയന്ത്രണ രേഖ മറികടന്നുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലുള്ള വിശകലനം നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. പ്രധാനമന്ത്രിയുടെ വസതിയിൽ അജിത് ഡോവലും S ജയശങ്കറും അടക്കമുള്ള ഉന്നത വൃത്തങ്ങളിൽ നിന്നുള്ളവർ ഇന്നലെ യോഗം ചേർന്നിരുന്നു. ഈ ഒരു യോഗങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ് ബ്രീഫിംഗ് ആയിരിക്കും നടക്കുക എന്നാണ് സൂചന. അതുപോലെ തന്നെ തുടർന്നുള്ള നീക്കങ്ങൾ, പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലും വ്യക്തത ലഭിക്കുന്നതിന് ഈ ബ്രീഫിംഗ് നടക്കുന്നതോടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്.